അരുണിമ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തില് കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് ഇന്നൊരു സത്യാഗ്രഹ സമരത്തിന് തുടക്കമിട്ടിട്ടുണ്ട്. എന്താണ് സംഭവം? അതിനെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ, സ്വന്തം കുടുംബം നോക്കാൻ പറ്റാത്തതിന് അയൽവക്കത്തെ വീട്ടിലുള്ള ആൾക്കാരെ അല്ലെങ്കിൽ തന്റെ മുതുമുത്തച്ഛനെയൊക്കെ കുറ്റം പറയുന്ന ഒരു പ്രവണത, അതിനെയാണ് നമ്മൾക്ക് ഇപ്പൊ പിണറായി വിജയന്റെ ഈ ഒരു ഉപരോധം എന്ന പ്രഹസനത്തെ കുറിച്ച് പറയാനുള്ളത്. അതായത് സ്വന്തം ഈ ഒരു 10 വർഷം കേരളം ഭരിച്ചിട്ട് എന്താണ് ഇവിടെ അദ്ദേഹം ഉണ്ടാക്കിയത്? ഒരുപാട് കടവും, പിന്നെ ഒരുപാട് മുടിപ്പിച്ചു, ക്ഷേത്രം കൊള്ളയടിച്ചു, പിന്നെ എന്താ ചെയ്യുക, പെൻഷൻ പോലും മര്യാദയ്ക്ക് കൊടുക്കുന്നില്ല. ഇവിടുത്തെ വരുമാനം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ആളോഹരി വരുമാനം കൂടി എന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയൻ ഒരുപാട് പ്രഹസനം നടത്തുന്നുണ്ട്. ഈ ആളോഹരി വരുമാനം എന്ന് പറയുന്നത് എന്താണെയോ, നമ്മുടെ അയൽനാട്ടിൽ കിടന്നിട്ട് പ്രവാസികൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഇങ്ങോട്ടേക്ക് അയക്കുന്ന പൈസേനെയാണ് ആളോഹരി വരുമാനം കൂടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രഹസനം അതിന് പിന്നിൽ. അല്ലാതെ കേരളത്തില് തൊഴിലില്ലായ്മ എത്രത്തോളം രൂക്ഷമാണെന്ന് ഇവിടെ നിന്ന് അന്യരാജ്യത്തേക്ക് പറക്കുന്ന വിദ്യാർത്ഥികളെ മാത്രം നോക്കിയാൽ മതി, അവരുടെ കണക്കെടുത്താൽ മതി. ഇഷ്ടംപോലെ വിദ്യാർത്ഥികൾ തൊഴിലന്വേഷിച്ച് ഇവിടുന്ന് പോകുന്നുണ്ട്. മാത്രമല്ല വികസനം കൊണ്ടുവരുന്നെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്ത് വികസനമാണ് ഇവിടെ വന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ഇവിടെ നടന്ന ആകെയുള്ള വികസനം എന്താന്ന് പറഞ്ഞാല്, കേന്ദ്രത്തിൽ നിന്നുള്ള ഇവിടെ പദ്ധതികളിൽ കേന്ദ്രം തരുന്ന പണം ഇവിടെ പിണറായി വിജയന്റെ ഫോട്ടോ പതിപ്പിച്ച് നമുക്ക് തരും. റേഷൻ തരുന്നത് അവരാന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ നടക്കുന്ന ഓരോ ഫണ്ടും എല്ലാം എടുത്തു നോക്കിയാൽ കേന്ദ്രത്തിന്റെ ഫണ്ട് കൊണ്ടാണ് ഇവിടെ നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. അല്ലാതെ കേരളത്തിന് വരുമാനവും ഇല്ല. കേരളം സത്യം പറഞ്ഞാല് ഇത്രത്തോളം കേരളം ഒരു രാജ്യമായിരുന്നെങ്കിൽ ഇന്നത്തെ ശ്രീലങ്കയുടെ അവസ്ഥയായിരിക്കും നമ്മുടെ കേരളത്തിന് വരിക. ശ്രീലങ്കയുടെ അവസ്ഥ അറിയാമല്ലോ. ഇൻഫ്ലേഷൻ വന്ന് പണപ്പെരുപ്പത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണത്. ഇപ്പോ അവര് ദിസനായികയുടെ നേതൃത്വത്തിൽ എങ്ങനെയൊക്കെയോ കരകയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ശ്രീലങ്ക ആവാതിരിക്കാനാണ് കേന്ദ്രം ഇപ്പോ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, കടമെടുപ്പ് പരിധി കുറച്ചിരിക്കുന്നത്. ഫണ്ടിങ് കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. തമിഴ്നാടിന് 75%, കേരളത്തിന് മാത്രം 25%-ലാണ് തരുന്നത് എന്നെല്ലാം ഇവിടെ പിണറായി വിജയൻ വിടുവായുത്തരം വിളമ്പുന്നുണ്ട്. അതിന് പിന്നിലെ സത്യം എന്താണെന്നാൽ, കേരളം പ്രബുദ്ധ കേരളം എന്ന് പറയുന്ന ഇവര് ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും, നമ്മുടെ ജനസംഖ്യ അടിസ്ഥാനത്തില്, സംസ്ഥാനത്തിന്റെ വിസ്തൃതിന്റെ അടിസ്ഥാനത്തില്, വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തില് അങ്ങനെയാണ് നമുക്ക് കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്നും ഇവിടെ ഫണ്ട് ലഭിക്കുന്നത്. കേരളത്തിന്റെ വിസ്തീർണം അതുപോലെ തന്നെ ഇവിടുത്തെ അവസ്ഥകൾക്കനുസരിച്ചാണ് ഇവിടേക്ക് ഫണ്ട് കിട്ടുക. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഇവര് ഭരണഘടന അട്ടിമറിച്ചുകൊണ്ടാണ് കേരളത്തിന് കടമെടുപ്പ് പരിധി കുറച്ചതെന്ന് പറയുന്നു. ഭരണഘടനയുടെ 293-ാം അനുച്ഛേദ പ്രകാരം ഒരു സംസ്ഥാനം കടമെടുപ്പിൽ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ കേന്ദ്രമല്ല, നമ്മുടെ ഫിനാൻസ് കമ്മീഷന്റെ ഭാഗത്ത് നിന്നാണ് ഈ തീരുമാനമെടുക്കുന്നത്. അല്ലാതെ മോദി നേരിട്ട് വന്ന് നമ്മുടെ കേരളത്തിന് ഫണ്ട് കൊടുക്കണ്ട എന്ന് പറയുകയല്ല ചെയ്യുന്നത്. ഇതൊക്കെ വിവരമുള്ളവർക്ക് ഇവര് സത്യം എന്താണെന്ന് മനസ്സിലാക്കും. സാധാരണക്കാരായ ജനങ്ങളുണ്ടല്ലോ, നമ്മുടെ പിണറായി വിജയൻ വിളിച്ചു പറയുന്ന സകല വിടുവായുത്തരവും വെള്ളം തൊടാതെ വിഴുങ്ങുന്നവർ, അവർക്ക് ഇത് ചിലപ്പോൾ ദഹിച്ചേക്കും. കാരണം അവർക്ക് അറിയില്ലല്ലോ. അവർക്ക് നമുക്ക് വാർത്ത ഇവിടെ വായിക്കണം, വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ജോലിയുടെ ഭാഗമായതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കും. ഇല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായിരുന്നുവെങ്കിൽ ചിലപ്പോൾ നമ്മളും ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കില്ല. ഇപ്പോ ഈ ഒരു ഫീൽഡിലായതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കും. പിണറായി വിജയൻ എന്ന കപട രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു കപട നേതാവ്, ഏകാധിപതിയുടെ ഇത്തരമുള്ള ചൂഷണങ്ങളും അദ്ദേഹത്തിന്റെ വിഡ്ഢിത്തങ്ങളും വിടുവായുത്തരങ്ങളും നമുക്ക് മനസ്സിലാകും. പക്ഷെ സാധാരണക്കാരിലേക്ക് നമുക്ക് ഇത്തരത്തിൽ എത്തിക്കാൻ മാത്രമേ സാധിക്കൂ. പിന്നെ ചില അന്തംഗമ്മികളുണ്ട്, അവരെന്തൊക്കെ പറഞ്ഞാലും പിണറായി വിജയൻ വിളമ്പുന്ന സകല പൊള്ളത്തരങ്ങളും വെള്ളം തൊടാതെ വിഴുങ്ങുന്നവരാണ്. അവർക്കൊക്കെ ഇപ്പൊ ഈ സാധനം കേട്ടാലും നമ്മൾ എന്തൊക്കെയോ വിഡിത്തം വിളമ്പുന്നു എന്ന് പറഞ്ഞ് ഇവിടെ ഈ ഒരു വീഡിയോയുടെ താഴെ കുറച്ച് കമന്റ്സ് ഇടും. അല്ലാതെ വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്താ പറയാ, ഇരുട്ടിൽ മണ്ണ് തപ്പുന്നവരെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പൊട്ടക്കണത്തിലെ തവളകളായി അവർ കിടക്കട്ടെ, അവർക്ക് ഇഷ്ടമുള്ളതുപോലെ. എന്തായാലും കിഫ്ബി വഴി അവരെന്തൊക്കെയോ കിഫ്ബി ഇഷ്ടംപോലെ കോടിക്കണക്കിന് വേറെ രാജ്യങ്ങളിൽ നിന്നെല്ലാം കടമെടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാല് അതൊന്നും നിയമപരമായിട്ടുള്ള കാര്യങ്ങളല്ല. കിഫ്ബി ഒരു മറയാക്കി ഒരുപാട് നിയമത്തിനെ വെട്ടിച്ചുകൊണ്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതും നമ്മളിവിടെ വിട്ടുപോകാൻ പാടില്ല. ഇനി ചെയ്യുന്ന ഫണ്ട്, ഈ കടമെടുത്തിട്ട് എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. ഇത്രയും നേരം നമുക്ക് ഭരണഘടനാപരമായിട്ടുള്ള ഇവരോടൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി ആ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, ഇവിടെ ഇത്രയും 2 തുടർഭരണം കിട്ടി. എന്താണ് അവര് സത്യം പറഞ്ഞ ചെയ്തത്? ശ്രീജിതന്റെ ഒരു കാഴ്ചപ്പാടില് നമ്മുടെ കേരളത്തിൽ എന്താണ് പിണറായി വിജയൻ ഈ 2 ഭരണം കൊണ്ട് ചെയ്തിട്ടുള്ളത്?
എന്റെ ഒരു അഭിപ്രായത്തില് നമ്മുടെ ഈ കേരളത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാറുണ്ട്, പക്ഷെ മാറ്റങ്ങൾ വന്നിട്ടില്ല എന്ന് പറയാം. ഇപ്പൊ ഒരു ദുരന്തം ഉണ്ടാവുമ്പോ കേന്ദ്രം ഫണ്ട് പ്രഖ്യാപിക്കുന്നുണ്ട്, പക്ഷെ അതിനൊന്നും ഒരു മാറ്റം കൊണ്ടുവന്നിട്ടില്ല. വീടുകള് വയനാട്ടിലെ നിവാസികൾക്ക് ഇനിയും വീടുകള്. വയനാട്ടിലെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറയാം. ദുരന്ത നിവാരണ ഫണ്ടായിട്ട് നമ്മുടെ എത്രത്തോളം സാധാരണ ജനങ്ങളിൽ നിന്ന് വരെ സർക്കാർ ജോലിക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചു വരെ എത്ര കോടിക്കണക്കിന് രൂപയാണ്, 900 സംതിങ് കോടിയാണ് കിട്ടിയിരിക്കുന്നത്, 970 അങ്ങനെ എന്തോ ആണ്, എനിക്ക് കൃത്യമായ കണക്ക് ഓർമ്മയില്ല. അത്രയും തുക കിട്ടിയിട്ട് എന്താണ് സംഭവിച്ചത്? ശ്രീജിതയുടെ വീടിന് തൊട്ടടുത്തല്ലേ ഈ ദുരന്തം സംഭവിച്ച ഭൂമിയെ? അവിടെ അത്രയും ജനങ്ങൾക്ക് 300ഓളം കുടുംബങ്ങളുണ്ട്. അവർക്ക് ഇത്രയും നാളായിട്ട് വീട് കിട്ടിയോ? ഇല്ല, ഈ ദുരന്തം കഴിഞ്ഞിട്ട് 1 വർഷം പിന്നിട്ടു, എന്നിട്ടും അവർക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് കേന്ദ്രം അനുവദിച്ചിട്ടും അവിടെ വീട് നിർമ്മിക്കാൻ സർക്കാരിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതാണ് കേന്ദ്രം ഫണ്ട് അനുവദിച്ചിട്ടില്ല എന്നുള്ളൊരു പിന്നെ ഒരു ആരോപണം കൂടി ഇവർ ഉന്നയിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിന് കേരളത്തിന് അർഹതപ്പെട്ട തുക കേന്ദ്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ, ഇവിടെ നിന്നും ഫണ്ട് കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, കേന്ദ്രം അനുവദിച്ച ഒരു തുകയുണ്ട്. ആ തുകയ്ക്ക് എന്തൊക്കെ ചെയ്തു എന്ന് ഒരു നിശ്ചിത സമയം കൂടുമ്പോൾ കേന്ദ്രം ഒരു ഓഡിറ്റ് ആവശ്യപ്പെടും. ആ ഓഡിറ്റ് ഇവിടെ നിന്നും കൃത്യമായി കൊടുത്താൽ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്കുള്ള തുക കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കിട്ടുള്ളൂ. ആ ഓഡിറ്റ് ചെയ്ത തുക, ആ ഓഡിറ്റിന്റെ കണക്ക് നമ്മുടെ നമ്മുടെ സംസ്ഥാനം ഒരുപാട് ഓഡിറ്റിന്റെ കണക്കുകൾ അവർ സമർപ്പിക്കാറുണ്ട്. ഇതുവരെ ഒന്നും സമർപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ട് സമർപ്പിച്ചില്ല? കാരണം കൃത്യമായ കണക്കുകൾ ഇവിടെ ഇല്ല. അവര് കേന്ദ്രത്തിൽ നിന്നും അനുവദിച്ച തുക എന്തിനു വേണ്ടിയിട്ടാണോ അനുവദിച്ചത് അങ്ങോട്ടേക്ക് ആ തുക എത്തിയിട്ടില്ല. കർഷകർക്ക് അനുവദിച്ചിട്ടുണ്ട്, പിന്നെ വയോധികർക്ക് അനുവദിച്ചിട്ടുണ്ട്, സ്ത്രീകൾക്കുള്ളത് അനുവദിച്ചിട്ടുണ്ട്. ഇനിയും പെൻഷൻ കിട്ടാത്ത എത്രയോ ആൾക്കാരുണ്ട്. അതെ, അങ്ങനെ ഒരുപാട് തുക കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും ഇങ്ങോട്ട് അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്നും ആ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല. ഇതൊക്കെ ഇവർ എവിടെയാ ചിലവാക്കുന്നത്? ഹെലികോപ്റ്ററിൽ പറന്ന് നടക്കാൻ, പിന്നെ ഈ ക്ലിഫ് ഹൗസിൽ ഗോശാല പണിയാൻ, ക്ലിഫ് ഹൗസിൽ നീന്തൽക്കുളം പണിയാൻ, അതുപോലെ പുതിയ കാറ് വാങ്ങാൻ, കറുത്ത കാറ് വാങ്ങണം, വെള്ളക്കാർ പോരാ, ആ കറുത്ത കാറ് വാങ്ങാൻ, പിന്നെ അമേരിക്കയ്ക്ക് പറക്കാൻ. ഇങ്ങനെയൊക്കെയാണ് കേന്ദ്രത്തിൽ നിന്നും കിട്ടുന്ന തുകയൊക്കെ ഇവർ വിനിയോഗിക്കുന്നത്. അല്ലാതെ എത്തേണ്ടിടത്തൊന്നും ഈ തുക എത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എത്തിയിരുന്നെങ്കിൽ ഈ ഓഡിറ്റ് അവർക്ക് സമർപ്പിക്കാമല്ലോ. ആ ഓഡിറ്റ് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്രം അടുത്ത ഘട്ടത്തിലുള്ള തുക കൊടുക്കും. ഇങ്ങനെ പാവപ്പെട്ടവരെ പറ്റിക്കുകയാണ്. അതായത് കേന്ദ്രം ഫണ്ട് തരുന്നില്ല. ഈ ഫണ്ട് തരുന്നതിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ ഈ പാവപ്പെട്ടവരിലേക്ക് ഇവർ എത്തിക്കുന്നില്ല. നമ്മൾ എല്ലാവരും ഈ നമ്മുടെ കേരളത്തിലെ മാപ്രകളിലേക്ക് അടക്കം അവരും സത്യാവസ്ഥയൊന്നും ഇവരാരും വാർത്തകളായിട്ട് കൊടുക്കില്ല. കേന്ദ്രം ഫണ്ട് തരുന്നില്ല എന്നുള്ളൊരു കാര്യം മാത്രമാണ് കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമം ഇതിന് പിന്നിലുള്ള ഒരു സത്യാവസ്ഥയെ കുറിച്ച് ഒരു എഡിറ്റോറിയൽ റിപ്പോർട്ട്, അല്ലെങ്കിൽ വേണ്ട ഫ്രണ്ട് പേജിൽ തന്നെ വേണ്ട, ഏതെങ്കിലും ചെറിയ കോളത്തില് ഒരു വാർത്തയായിട്ട് ഇന്ന് വരെ കൊടുത്തിട്ടുണ്ടോ? കൊടുക്കില്ല. കാരണം കേരളത്തിലെ വാർത്താ പ്രാധാന്യം ഇത്തരത്തിൽ LDFനും UDFനും ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ്. കേന്ദ്രത്തിന് വാർത്താ പ്രാധാന്യം കിട്ടുന്നത് വളരെ ചെറിയൊരു വിഭാഗത്തിൽ മാത്രമാണ്. സത്യം പറഞ്ഞാല് എല്ലാം മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. ഇതൊരു പ്രൊപ്പഗണ്ട രാഷ്ട്രീയമാണ് എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ നമ്മളിപ്പോ ഇത്ര വായിൽ വെള്ളം വറ്റിച്ചുകൊണ്ട് ഇത്രത്തോളം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഇവിടെ ചില തീരുമാനിച്ചുറപ്പിച്ച ചില രാഷ്ട്രീയം ഒരു ചിത്രമുണ്ട്, ഒന്നും മാറാൻ പോകുന്നില്ല. അതെ, ഇനിയിപ്പോ മാറണമെങ്കിൽ തീർച്ചയായും ഒരു 3ാം മുന്നണി വരണം. അല്ലാതെ UDFും LDFും ഭരിച്ചാലും അവർക്ക് ഈ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കാനും പറ്റില്ല. ഇവിടേക്ക് ഫണ്ട് അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കാനും പറ്റില്ല. പാവപ്പെട്ടവൻ ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. ഇവിടെ വരുമാനം എന്ന് പറയുന്നത് ലോട്ടറിയും ബെബ്കോയും മാത്രമേ ഇനിയും ഈ 2 മുന്നണികൾ മാറി മാറി ഭരിച്ചാലും ഇവിടെ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. പിന്നെ ആളോഹരി വരുമാനത്തിന് പ്രവാസികളും. അല്ലാതെ കേരളത്തില് ഒരു സംരംഭം തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ കേരളത്തിൽ ഒരു പുതിയ വരുമാന മാർഗം കണ്ടെത്തിയിട്ട് നികുതി മര്യാദയ്ക്ക് പിരിച്ചിട്ട്, നികുതിയൊന്നും കേരള സർക്കാർ പിരിക്കുന്നില്ല. ഈ ജ്വല്ലറികൾ ഉണ്ടല്ലോ, ഈ ജ്വല്ലറികളിൽ നിന്നും ഒരുപാട് കോടിക്കണക്കിന് രൂപ നമ്മുടെ നികുതി പിരിച്ചെടുക്കാനുണ്ട്. എന്തുകൊണ്ട് അവർ അത് പിരിക്കുന്നില്ല? അതുപോലെ പെട്രോളിന് സെസ് വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ടാണ് കേരളത്തില് 105 രൂപ 106 രൂപ ലിറ്ററിന് പെട്രോൾ. അതിർത്തി കടന്നു കഴിഞ്ഞാൽ പെട്രോളിന് ലിറ്ററിന് 90 രൂപ 95 രൂപ ആ നിരക്കിലാണ്. അതൊന്നും ഇവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല. എല്ലാം കേന്ദ്രം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളൊരു മിഥ്യാധാരണയാണ് ഇവിടെ, ഒരു ഭീതിയാണ് പടർത്തിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വിലക്കയറ്റം, എന്തെടുത്താലും വിലക്കയറ്റമാണ്. നമ്മുടെ GST കുറച്ചിട്ടും GST മാറ്റം വന്നിട്ടുണ്ടല്ലോ, അതിന്റെ ഒരു മാറ്റമൊന്നും നമ്മുടെ ജനങ്ങൾക്കിടയിൽ എത്തിയിട്ടില്ല. അതെന്തുകൊണ്ടാണ്? കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ ടാക്സ് ഉണ്ട്, അതിൽ യാതൊരു കുറവും വരുത്തിയിട്ടില്ല.
അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ സാധാരണക്കാരൻ എപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. മുഖ്യമന്ത്രി ഇങ്ങനെ അവരുടെ അധികാര കസാര ഉറപ്പിച്ചു പിടിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ തിരഞ്ഞെടുപ്പാകാൻ കാലത്ത് ഇപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കും ഈ ഒരു സമരം നടക്കുന്നത്. ആയിരിക്കാം എന്നുള്ളതില്ല, ആണ്. അതെ അപ്പൊ തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രഹസനങ്ങളും ഒരുപാട് നുണകളും പറഞ്ഞുകൊണ്ടേ ഇരിക്കണം, എങ്കിലല്ലേ കസേര ഉറപ്പിക്കാൻ പറ്റുള്ളൂ. UDF എങ്ങാനും ഭരണം പിടിച്ചെടുത്താലോ, ആ ഒരു ഭയം കൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ നടത്തുന്നത്. കേന്ദ്രം ഒന്നും മിണ്ടാതിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അവർക്കറിയാം അണയാൻ പോകുന്നത് ഈ ആളിക്കത്തുകയാണ് ഇവിടെ. BJP തീർച്ചയായും ഒരു 3ാം മുന്നണിയായി ഉയർന്നു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുവരെയല്ലേ അവരുടെ ഈ പ്രഹസനമൊക്കെ നടക്കട്ടെ. അവർക്ക് ആവുന്നിടത്തോളം കാലം അവര് ഇങ്ങനെ പ്രഹസനങ്ങൾ കളിച്ച് ജനങ്ങളെ പറ്റിച്ച് മുന്നോട്ട് പോകട്ടെ. ഒരു കാലത്ത് എല്ലാ സത്യവും പുറത്തു വന്നിരിക്കും.